പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ, പിന്നെ ഞാൻ വിചാരിച്ചു കൊടുക്കാം. അതിന് തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. മറ്റൊരു സാധനം അവൻ തന്നെ എനിക്ക് തന്നു. അടിക്കാൻ തന്നെ വിചാരിച്ചു, ഇത് വെച്ച് അടിക്കാൻ തന്നെ വിചാരിച്ചു. പക്ഷെ അടിക്കുമ്പോഴും അപ്പുറത്തുള്ള ആൾക്കും ഇപ്പുറത്തുള്ള ആൾക്കും കോട്ടം തട്ടരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. പക്ഷെ അവന് അറിയണം എൻ്റെ കയ്യിൽ അവനെതിരെയുള്ള ആയുധം ഉണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കി കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ കളി തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എനിക്ക് ഒറ്റയടിക്ക് അവന് സോറി കൊടുക്കാൻ പറ്റില്ല. കാരണം അവൻ ആട്ടുംതോലിട്ട ചന്നായിയാണ്. അവൻ ഈ ദിവസത്തിനകത്ത് അവൻ ഡബിൾ ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഷാനവാസിക്ക അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് കരുതിട്ടോ ഗെയിമിൻ്റെ ഭാഗത്തോ അങ്ങനെയാണ് പറയും. അപ്പുറത്ത് പോയിട്ട് പിള്ളേരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണ്, ഞങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ കൺവിൻസ് ചെയ്യും, ഇങ്ങനെ ഇതാക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മറ്റേ നിങ്ങൾ പലരും കൺവിൻസ് ചെയ്യും. പിന്നെ പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് നല്ല ടാസ്കിൽ അവൻ ചെയ്തത് അവരെ പറ്റിച്ചതാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ ഈ പിള്ളേരെ. ഞാനൊരു കാര്യമല്ലേ, ഇവന്റെ ഒരു സേ ഇല്ല. ഇവൻ ഇച്ചിരി ഇന്നസെന്റ് ആണ്. ഇവൻ അക്ബറുടെ മാസ്റ്റർ മൈൻഡ് പാവമാണ്. ഞാൻ അവനോട് പറഞ്ഞു, അക്ബറിന് ഇച്ചിരി ബുദ്ധിയുള്ള ആളാണ്. അവന്റെ ബുദ്ധി പ്രയോഗിച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. അക്ബറിന്റെ വഴി വെട്ടാനാണ് അക്ബർ നോക്കുന്നത്. അവന്റെ പോക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ആദ്യം വെട്ടണം എന്നുള്ളത് അക്ബർ തിങ്ക് ചെയ്തു. അവനിവിടെ ഇരുന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവനിവിടെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ ചെയ്യുവാണെന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ലേ, എനിക്കത് മനസ്സിലാവില്ലേ. ഇവിടെ ഇരുന്നിട്ട് എന്ത് കുതന്ത്രം പണിയണമെന്നാണ് അക്ബർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ച് കണ്ട് എന്നെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പോക്ക് കുറച്ചുകൂടി ഈസിയായി. പിന്നെ അനീഷിന് അങ്ങനെ ഓരോരുത്തരെ വെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോരുത്തരെ അക്ബർ വട്ടിയ വഴികളിലൂടെ നീയും ആര്യനൊക്കെ പോയി. നിങ്ങൾ പോയി, നീ പോയി, എൻ്റെ പേര് പറയില്ല, നീ പോയി എന്ന് പറഞ്ഞു. നീ പോയി അക്ബർ പക്ഷേ അക്ബറിൻ്റെ പ്ലാൻ വഴിയിലൂടെ നിങ്ങൾ പോയി. അതായത് ഷാനവാസിനെ അവിടെ എടുക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കരുവൊക്കെ ഈ അപ്പാനിനെ